നമസ്കാരം. നമ്മെ കാണാൻ വരുന്നവരെ നമ്മൾ വേണ്ട പോലെ സൽക്കരിക്കേണ്ടേ? അങ്ങനെ ചെയ്യാതിരുന്ന നിമി രാജാവിന് സംഭവിച്ച കഥ കേട്ടോളൂ. ഇത് കുട്ടിപ്പുരാണം, പുരാണത്തിലെ കുട്ടി കുട്ടി കഥകൾ പറയുന്ന കുട്ടിപ്പുരാണം. കേട്ടു നോക്കൂ. പണ്ട് നിമി എന്നൊരു രാജാവുണ്ടായിരുന്നു. യജ്ഞങ്ങൾ നടത്തുന്നതിന് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിനടുത്തായി ഒരു ഭവനമുണ്ടാക്കി അവിടെ താമസിച്ചു വരികയായിരുന്നു നിമി. അങ്ങനെ ഇരിക്കെ നിമി ഒരു യാഗം ചെയ്യണമെന്ന് വിചാരിച്ച് തൻ്റെ ആചാര്യനായ വസിഷ്ഠനോട് കാര്യം പറഞ്ഞു. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, 500 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞം ചെയ്യാനായി ഇന്ദ്രൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അതിനായി ഞാൻ പോവുകയാണ്. ആ യാഗം കഴിഞ്ഞു വന്ന് നിന്റെ യാഗം ചെയ്യാം എന്ന്. 500 വർഷം കാത്തിരിക്കാൻ നിമിക്ക് ക്ഷമയില്ലായിരുന്നു. അങ്ങനെ ഗൗതമനെ ഗുരുവായി കണ്ട് അദ്ദേഹം യജ്ഞം ആരംഭിച്ചു. 500 വർഷത്തെ ഇന്ദ്രൻ്റെ യജ്ഞം കഴിഞ്ഞപ്പോൾ വസിഷ്ഠൻ നിമിയുടെ യജ്ഞശാലയിലെത്തി. ആ സമയത്ത് നിമി തൻ്റെ കൊട്ടാരത്തിൻ്റെ ഉൾവശത്തായിരുന്നു. തൻ്റെ ഗുരുവായ വസിഷ്ഠൻ വന്നിട്ടുണ്ടെന്നറിയിക്കാൻ ദാസന്മാർ നിമിയുടെ അടുക്കൽ ചെന്നെങ്കിലും നിമി ഉറങ്ങുകയായിരുന്നതിനാൽ അവർ അറയ്ക്ക് പുറത്ത് കാത്തുനിന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് വസിഷ്ഠന് ദേഷ്യം വന്നു. അദ്ദേഹം നിമിയെ ശപിച്ചു. നീ എന്നെ അപമാനിച്ചു. നിന്റെ ഗുരുവായ എൻ്റെ ആജ്ഞ ലംഘിച്ച് യജ്ഞം ആരംഭിച്ചു. അതിനാൽ നിന്റെ ശരീരം ആത്മാവിൽ നിന്ന് വേർപെട്ട് നിലത്തു വീഴട്ടെ. വസിഷ്ഠൻ്റെ ഈ ശാപം നിമിയുടെ ദാസന്മാരെ ഭയപ്പെടുത്തി. അവർ നിമിയെ ഉറക്കത്തിൽ നിന്നുണർത്തി കാര്യങ്ങൾ പറഞ്ഞു. നിമി വേഗം വസിഷ്ഠനോട് ക്ഷമ ചോദിച്ചു. പക്ഷേ വസിഷ്ഠൻ്റെ കോപം ശമിച്ചില്ല. അപ്പോൾ നിമി വസിഷ്ഠനെ ശപിച്ചു. കാരണമില്ലാതെ കോപിച്ചതിനാൽ നിന്റെ ശരീരവും ആത്മാവിൽ നിന്ന് വേർപെട്ട് നിലത്ത് വീഴട്ടെ എന്ന്. നിമിയുടെ ശാപം മൂലം വസിഷ്ഠൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞു. വസിഷ്ഠൻ്റെ ആത്മാവ് ബ്രഹ്മദേവനെ കണ്ട് സങ്കടമറിയിച്ചു. മിത്രാവരുണന്മാരുടെ തേജസ്സിൽ ലയിച്ചുകൊള്ളാൻ ബ്രഹ്മദേവൻ പറഞ്ഞു. മിത്രാവരുണന്മാർക്ക് അപ്സര സ്ത്രീയായ ഉർവശിയിലുണ്ടായ മക്കളാണ് അഗസ്ത്യനും വസിഷ്ഠനും. മിത്രൻ്റെയും വരുണൻ്റെയും ബീജങ്ങൾ 2 കുടങ്ങളിലാക്കി അതിൽ നിന്നാണ് അഗസ്ത്യനും വസിഷ്ഠനും പിറന്നത്. യജ്ഞശാലയിലേക്ക് മടങ്ങിയ നിമി വസിഷ്ഠൻ്റെ ശാപത്തെക്കുറിച്ച് മുനിമാരോട് പറഞ്ഞു. മുനിമാർ നോക്കി നിൽക്കെ നിമിയുടെ ശരീരം ആത്മാവ് വേർപെട്ട് താഴെ വീണു. മുനിമാർ മൃതദേഹം ഒരു മൂടുപടമില്ലാത്ത പെട്ടിയിൽ വയ്ക്കുകയും മരുന്നുകളുടെയും മന്ത്രങ്ങളുടെയും സഹായത്തോടെ അത് കേടുവരാതെ സൂക്ഷിക്കുകയും ചെയ്തു. യജ്ഞം അവസാനിച്ചപ്പോൾ ദേവന്മാർ പ്രത്യക്ഷപ്പെട്ട് നിമിയോട് താങ്കൾക്ക് ദേവശരീരമാണോ മനുഷ്യ ശരീരമാണോ വേണ്ടത് എന്ന് ചോദിച്ചു. ദേവശരീരം മതി എന്ന് പറഞ്ഞ് നിമി ദേവന്മാരോടൊപ്പം സ്വർഗത്തിലേക്ക് പോയി. നിമിക്ക് ശവസംസ്കാര ചടങ്ങുകൾ നടത്താൻ പുത്രന്മാരില്ലാത്തതിനാൽ മുനിമാർ മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. അതിൽ നിന്ന് നിമിയെപ്പോലെ തിളങ്ങുന്ന ഒരാദർശ പുരുഷൻ ഉയർന്നു വന്നു. മഥനയാൽ, അതായത് കടഞ്ഞെടുത്തതിനാൽ മുനിമാർ അദ്ദേഹത്തിന് മിഥി എന്ന് പേരിട്ടു. മൃതശരീരത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതിനാൽ ജനകൻ എന്നും, ആത്മാവ് വിട്ടുപോയ ശരീരത്തിൽ നിന്ന് ജനിച്ചതിനാൽ വിദേഹൻ എന്നും അദ്ദേഹത്തെ വിളിച്ചു. ഗംഗയുടെ തീരത്തുള്ള പ്രശസ്തമായ മിഥിലാ രാജ്യം സ്ഥാപിച്ചത് ഈ ജനകനാണ്. സീതയുടെ പിതാവായ ജനകൻ ഈ രാജവംശത്തിൽ ജനിച്ച ഒരു രാജാവായിരുന്നു.